മുണ്ടത്തിക്കോട്ടെ ആകാശത്തെ കറുപ്പിച്ചുകൊണ്ട് ഉയർന്ന ആ സ്ഫോടനം കവർന്നെടുത്തത് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ഒരു മുഖത്തെ കൂടിയായിരുന്നു. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിജീഷ് ബാലന്റെ വിയോഗം ചലച്ചിത്ര ലോകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ബിജീഷിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് സിനിമയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി പേരാണ് ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷങ്ങളായി തങ്ങളുടെ നിഴലായി കൂടെയുണ്ടായിരുന്ന ബിജീഷിനെ സഹോദരനായി കണ്ട നടിമാരായ നമിത പ്രമോദും അനന്യയും പങ്കുവച്ച കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു. ബിജീഷിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് വേർപാടിന്റെ വാർത്ത പുറത്തു വന്നത്. പിന്നാലെ സംവിധായകൻ ജൂഡ് ആന്റണിയും ബിജീഷിന് അനുശോചനം രേഖപ്പെടുത്തി പിന്നാലെ വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി നമിത പ്രമോദും അനന്യയും. താൻ അനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് അതീതമാണെന്നും ബിജീഷിനെ പോലെ ഒരാളെ തനിക്ക് നഷ്ടമാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും നമിത ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ 8 വർഷത്തിലേറെയായി നീ എന്നെ പൊന്നുപോലെ നോക്കി. നീ വെറുമൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമായിരുന്നില്ല, എൻ്റെ കുടുംബത്തിലെ ഒരാളായിരുന്നു. ജോലിസ്ഥലത്ത് ഓരോ ദിവസവും നീ എനിക്ക് സുരക്ഷിതത്വവും സന്തോഷവും നൽകി. ഒരു സഹോദരനെ പോലെയായിരുന്നു നീ എനിക്ക്, നമിതയുടെ കുറിപ്പിൽ പറയുന്നു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനസ്സുള്ള ഒരാളും അത്രയേറെ നിഷ്കളങ്കനായ വ്യക്തിത്വവുമായിരുന്നു ബിജീഷ് എന്നും നമിത കുറിച്ചു. നീ ഇന്ന് കൂടെയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. മറ്റാർക്കും ഇല്ലാത്തത്ര സ്നേഹവും ആവേശവുമായിരുന്നു നിനക്ക് തൃശ്ശൂർ പൂരത്തോട്. ഇനി നിന്റെ അഭാവത്തിൽ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ നീ അത്രയേറെ പ്രധാനപ്പെട്ടവനായിരുന്നു. നീ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. ഇത്ര നേരത്തെ പോകുമെന്ന് കരുതിയില്ല. ഓരോ ദിവസവും നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടും. ആദരാഞ്ജലികൾ ബിജി, നമിത പ്രമോദ് കുറിച്ചു. ബിജീഷിന്റെ മരണവാർത്ത കേട്ടപ്പോൾ സ്തംഭിച്ചു പോയെന്നും കഴിഞ്ഞ 13 വർഷമായി ബിജീഷ് തന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി കൂടെയുണ്ടായിരുന്നുവെന്നും നടി അനന്യയും കുറിച്ചു. ഒരു സഹോദരൻ തുല്യനായി സുരക്ഷിതത്വ ബോധം നൽകി ബിജീഷ് കൂടെ നിന്നുവെന്നും വലിയ നഷ്ടമാണ് ബിജീഷിന്റെ വിയോഗം ഉണ്ടാക്കിയതെന്നും നടി അനന്യ കുറിച്ചു. നീ ഞങ്ങൾക്കിടയിൽ എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം എന്ന് കുറിച്ചാണ് അനന്യ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കം എന്ന ചിത്രത്തിലാണ് ബിജീഷ് അവസാനമായി പ്രവർത്തിച്ചത്. ഫെഫ്ക ഓൾ കേരള മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ അംഗം കൂടിയായിരുന്നു. സിനിമ മേക്കപ്പ് ആർട്ടിസ്റ്റും സെലിബ്രിറ്റി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയായിരുന്നു ബിജീഷ്. കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പടക്ക നിർമ്മാണത്തിനും ബിജീഷ് ഉണ്ടായിരുന്നു. അന്ന് പടക്ക നിർമ്മാണത്തിനുണ്ടായിരുന്നവരെല്ലാം ചേർന്നെടുത്ത ചിത്രവും ബിജീഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച ദുരന്തത്തിൽ കാണാതായ 4 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരും. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ 10 മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അപകട സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ 9 മൃതദേഹങ്ങളിൽ 8 എണ്ണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 32 ശരീരഭാഗങ്ങളും ഒരു പൂർണ്ണ മൃതദേഹവുമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. ഇവയുടെ DNA പരിശോധനാ നടപടികൾ തുടരുകയാണ്. 12 പേർ ചികിത്സയിലാണ്.